ഹായ് ഫ്രണ്ട്സ്, മാളികപ്പുറം എന്ന മൂവിയിലെ ബാലതാരമായിട്ടുള്ള ദേവനന്ദ ആ കുട്ടി ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടിയെ എത്രമാത്രം ട്രോളാൻ അല്ലെങ്കിൽ ആ കുട്ടിയെ എത്രമാത്രം എയറിലാക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയും. ആ ഒരു കുട്ടിയുടെ സിനിമയുടെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ആ കുട്ടി പറഞ്ഞ കാര്യം അതിനെയാണ് ആളുകൾ ഇത്രമാത്രം ഇങ്ങനെ എന്താ പറയുക, പറയാൻ പറ്റാത്ത രീതിയിലാക്കി ആ കുട്ടിയെ ഇങ്ങനെ എയറിൽ നിർത്തിയത്. ഇനി ആ കുട്ടി എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ. ആ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ചെറിയ കുട്ടികൾ, ഇപ്പോഴത്തെ 10-15 വയസ്സായിട്ടുള്ള പ്രായമുള്ള കുട്ടികൾ പണ്ടത്തെ കുട്ടികളെ പോലെയല്ല, ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ശരിയാണ്, അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആ കുട്ടി പറയുന്ന ഒരു കാര്യം അത്രയും ശരിയായിട്ടുള്ള കാര്യം. പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ. ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് ആ കുട്ടി പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആളുകൾക്ക് ആർക്കും സഹിച്ചില്ല. പണ്ടത്തെ കുട്ടികളെ പോലെയല്ല, ഞങ്ങൾ ഒരുപാട് അപ്ഡേറ്റഡ് ആണ്, ഞങ്ങൾ ഒരുപാട് മാറിപ്പോയി, ഞങ്ങൾ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ടല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഞങ്ങളൊരു ശൈലി തന്നെ അങ്ങനെയാണ് എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞ കാര്യം. എന്നാൽ കുറേ ആളുകൾക്കൊന്നും ഈ കുട്ടി പറഞ്ഞൊരു കാര്യം അങ്ങോട്ട് ദഹിച്ചില്ല. സത്യം പറഞ്ഞതിന് അസൂയാന്ന് തന്നെ വേണം പറയാം. തങ്ങളുടെ മക്കൾക്ക് പറ്റാത്ത കാര്യം മറ്റു കുട്ടികൾ ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു അസൂയ, അത്തരം രീതിയിലുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് ആ കുട്ടിയെ എയറിൽ കയറ്റിയവരുടെ ഒരു മാനസികാവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നി. ഈ ഒരു കാര്യം ആ കുട്ടി പറഞ്ഞതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ആ കുട്ടിയെ ട്രോളുകയും പലതരത്തിലുള്ള വീഡിയോസ് പുറത്തിടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് ആ കുട്ടി ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് 10 വയസ്സായിട്ട് തൻ്റെ കുട്ടിയെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ പാരൻസ് പ്രതികരിക്കുമല്ലോ. അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്തു, ഇങ്ങനെ കുട്ടിയെ കളിയാക്കി തരത്തിലുള്ള പല വീഡിയോസും പല ആളുകളും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും റീച്ച് പോയിട്ടുള്ള ഒരു വീഡിയോ, ആ യൂട്യൂബറെ വിളിച്ചിട്ട് അദ്ദേഹം ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ ദേവനന്ദയുടെ അച്ഛൻ. പക്ഷേ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്താണെങ്കിലും ചെയ്തോ, പോലീസ് കേസ് കൊടുക്കാൻ എന്താണെങ്കിലും നിങ്ങൾ ഇഷ്ടം ചെയ്തു, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ആ ഒരു ഇതിന് പോലീസ് കേസ് കൊടുത്തു. കാരണം നമ്മുടെ കുട്ടികളെ രക്ഷിക്കേണ്ടത്, ഒരു പാരൻസ് എന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ആക്കി വെക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവർ കേസ് കൊടുത്തു. അതിലിപ്പോൾ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ മക്കളെ സുരക്ഷിതരാക്കേണ്ടത് നമ്മുടെ കടമയാണ്. പിന്നെ ആ കുട്ടി ദേവനന്ദ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെ. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ പണ്ടത്തെ കാലത്തെ പോലെ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു കാലാവസ്ഥയിൽ ജീവിച്ച പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ജീവിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ, നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള വാർത്തകളും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ അറിഞ്ഞിരുന്നുള്ളൂ. അതൊക്കെ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അവസ്ഥ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അതല്ല, അവരറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതല്ല. ഇന്ന് അവരുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അവർ സ്കൂളിൽ വെച്ച് തന്നെ അവർ പല കാര്യങ്ങളും അറിയുന്നുണ്ട്. കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതൊക്കെ കാരണം തന്നെ അവർ പല കാര്യങ്ങൾ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ ആ കുട്ടികൾ അറിയുന്നുണ്ട്. എല്ലാം കൊണ്ട് തന്നെ പണ്ടത്തെ കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണോ ഇപ്പോൾ എന്ന് നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. സാമാന്യ ബോധമുള്ള ആളുകളാണ് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെയൊക്കെ കാലത്ത് നമ്മളൊക്കെ സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ കുട്ടികൾ, ഏതൊരു ചെറിയ കുട്ടികളായാലും അവരുടെ കയ്യിൽ പോലും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നു. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ട് നോക്കിയിരിക്കാറുണ്ട്. നമ്മുടെ പ്രായത്തൊന്നും നമ്മൾ കാണാത്ത തരത്തിലുള്ള ഫോണ് ഇപ്പോഴത്തെ കുട്ടികൾ അത് വളരെ സുലഭമായിട്ട് യൂസ് ചെയ്യുന്നു, അല്ലേ? അതൊക്കെ തന്നെ ഇന്നത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയുടെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അവരുടെ ചിന്താഗതിയിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇങ്ങനെ ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കുറേ ആളുകൾ ഈ കുട്ടിയുടെ പാരൻസിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. മക്കൾ എത്ര ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള നമ്മുടെ കുട്ടികൾ ആക്റ്റീവായിട്ട് ഇരിക്കണം. എന്ത് കാര്യങ്ങളും കണ്ടാലും കേട്ടാലും തുറന്ന് പറയാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ അവർക്ക് വേണം. ഇല്ലാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള കേസും കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം. എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാവുന്നത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് തുറന്ന് പറയാൻ, അല്ലെങ്കിൽ താൻ ആരോടാണ് അത് പറയേണ്ടത്, തനിക്ക് തുറന്ന് പറയാനുള്ളൊരു സ്പേസ് ഇല്ലാത്ത കാരണം കുട്ടികളത് മനസ്സിൽ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സ്വയം ഇല്ലാതാകുന്ന ഒരവസ്ഥ വരും. അത്തരത്തിൽ പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇത്രയധികം അപ്ഡേറ്റ് ആവുന്ന സ്ഥിതിക്ക് അവർക്ക് തന്നെ അത് തെറ്റാണ് എന്ന് കണ്ടെത്തി ഒരാൾ തെറ്റായി പെരുമാറുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അയാളോട് റിയാക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ അത്രയും നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ കുട്ടികളത് തന്നെ ചെയ്യും. ഒരാൾ മോശമായ രീതിയിൽ ശരീരത്തോടുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പ്രതികരിക്കാനുള്ള ഒരു ഇത് കുട്ടികളിൽ ഉണ്ടാകുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താശക്തിയൊക്കെ മക്കളിൽ ഉയർത്തിയെടുക്കുക തന്നെയാണ് വേണ്ടത്. അതൊരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ എല്ലാവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടി 10 വയസ്സായ കുട്ടി ഓവർ ആക്റ്റീവായിട്ട് പറയുന്നു.
അത് ആ കുട്ടിയുടെ ശൈലിയാണ്. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവില്ല. അതുപോലെ ആ ഒരു കുട്ടിയുടെ ശൈലിയാണ്, ആ കുട്ടിയുടെ സംസാര രീതി എന്തായാലും. അതിപ്പോൾ നമ്മൾ പറയുന്ന പോലെ പറയാവൂ നടക്കാവൂ എന്നൊന്നും പറയുന്നതിൽ നമുക്കൊരിതുമില്ല. ആ കുട്ടികളുടെ ശൈലിയാണ്, അല്ലെങ്കിൽ അവരെ പേരൻസ് അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും. അതിലൊരിക്കലും തെറ്റായിട്ടുള്ള ഒരു രീതിയൊന്നുമില്ല. മറ്റുള്ളവരോട് റെസ്പെക്റ്റ് കൊടുക്കേണ്ട രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ആ കുട്ടിയെ ലോകത്തെക്കുറിച്ചിട്ട് അറിയുന്നുണ്ട്. ആ കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ സ്കൂളിലായാലും എല്ലായിടത്തും ഞങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അതുകൊണ്ട് അവർ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് അവർക്ക് പറയാൻ കിട്ടുന്നത്. നേരെ മറിച്ച് ഒന്നും അറിയാതെ വീട്ടിൽ തങ്ങി അടഞ്ഞു കിടക്കുന്ന ഒരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് പുറത്ത് പോയി സംസാരിക്കാൻ വരെ പേടിയാവും. അപ്പോൾ ആ കുട്ടി ഇത്രയും ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ആ കുട്ടി ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി ഇത്രയും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. ആ കുട്ടിയുടെ എന്താ പറയുക, ആ കുട്ടിയുടെ ഒരു ഇത് നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ ഇപ്പം തന്നെ ഈ പ്രായത്തിൽ തന്നെ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കാതെ അവരുടെ കഴിവുകളെ നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതിനെ നമ്മൾ പുച്ഛിക്കാനോ അവഗണിക്കാനോ പോവാതിരിക്കുക.